2009 വിശദമായ ശാസ്ത്രീയ പഠനത്തിൽ ഈ വെള്ളത്തിൽ 17 തരം സൂക്ഷ്മജീവികളെ കണ്ടെത്തി. സാധാരണ ജീവികൾക്ക് ജീവിക്കാൻ കഴിയാത്തത്ര തീവ്രമായ സാഹചര്യത്തിൽ അതിജീവിക്കുന്നത് കൊണ്ട് ഇവരെ എക്സ്ട്രീമോഫൈൽസ് എന്ന് വിളിക്കുന്നു. ഈ സൂക്ഷ്മജീവികൾ എങ്ങനെയാണ് ഇത്ര കഠിനമായ സാഹചര്യത്തിൽ അതിജീവിക്കുന്നത്? ഓക്സിജനോ സൂര്യപ്രകാശമോ ഇല്ലാതെ പൂർണ്ണമായ ഇരുട്ടിൽ ജീവിക്കുന്ന ഇവർ പ്രകാശത്തെ ആശ്രയിക്കുന്നില്ല. പകരം ഇവർ വെള്ളത്തിലുള്ള ഇരുമ്പിനെയും സൾഫറിന്റെയും സഹായത്തോടെ സ്വന്തമായി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ രീതിക്ക് കെമോസിന്തസിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ ആദ്യകാല അവസ്ഥയോട് സാദൃശ്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ 15 ലക്ഷം വർഷമായി പുറലോകവുമായി യാതൊരു ബന്ധമില്ലാതെ ഈ സൂക്ഷ്മജീവികൾ ജീവിച്ചു എന്നത് തന്നെ പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. ബ്ലഡ് ഫാൾസിലെ ഈ കണ്ടെത്തൽ ഒരു വലിയ വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇത് അന്യഗ്രഹ ജീവൻ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സാധ്യതയുണ്ട്. യൂറോപ്പ വ്യാഴത്തിന്റെ ഉപഗ്രഹം, എൻസിലാഡൻസ് ശനിയുടെ ഉപഗ്രഹം, ഇതുപോലുള്ള ഉപഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ കട്ടിയുള്ള മഞ്ഞുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ വലിയ സമുദ്രങ്ങൾ ഉണ്ടാകാമെന്ന് ശാസ്ത്രലോകം കരുതുന്നു. അവിടെ ഓക്സിജൻ കുറവായിരിക്കും. ബ്ലഡ് ഫാൾസിലെ ഈ കെമോസിന്തസിസ് വഴി അതിജീവിക്കുന്ന ജീവികളെ പോലെ ഈ അന്യഗ്രഹ സമുദ്രത്തിലും ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുണ്ട്.